യുദ്ധം ഏതാണ്ട് അവസാനിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുക ഇറാൻ ആയിരിക്കുമെന്ന് മറുപടി. ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി ചൈന. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇടപെട്ടാൽ പ്രശ്നം അവസാനിക്കുമെന്ന് UAE അംബാസഡർ. യുദ്ധം ഏതാണ്ട് അവസാനിച്ചുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ഇറാൻ. അമേരിക്കൻ ഇസ്രായേലി ലക്ഷ്യങ്ങൾക്കെതിരായ സൈനിക നടപടികൾ എപ്പോൾ അവസാനിക്കുമെന്ന് നിർണ്ണയിക്കുന്നത് ഇറാനാണ്. മേഖലയുടെ ഭാവി ഇപ്പോൾ ടെഹ്റാൻ സേനയുടെ കൈകളിലാണെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെട്ടു. അമേരിക്കൻ സൈന്യത്തിന് യുദ്ധം അവസാനിപ്പിക്കാനാകില്ല. മേഖലയുടെ സമവാക്യങ്ങളും ഭാവി സ്ഥിതിയും ഇപ്പോൾ ഇറാൻ സായുധ സേനയുടെ കൈകളിലാണ്. യുദ്ധത്തിന്റെ അവസാനം നിർണ്ണയിക്കുന്നത് ഞങ്ങളാണ്, ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രസ്താവനയിൽ പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിനും പരിഹാസത്തിനും ഇറാൻ ശക്തമായ ഭാഷയിലാണ് മറുപടി നൽകിയത്. ഇറാന് നാവികസേനയില്ല, ആശയവിനിമയ സംവിധാനങ്ങളില്ല, വ്യോമസേനയുമില്ല. അതിനാൽ യുദ്ധം ഏകദേശം അവസാനിച്ചുവെന്ന് ട്രംപ് പരിഹസിച്ചു. അവരുടെ മിസൈലുകൾ എവിടെ പോയി? എല്ലാം തകർത്തു. നിർമ്മാണത്തിലുള്ള ഡ്രോണുകൾ എല്ലായിടത്തും നശിപ്പിക്കപ്പെടുകയാണ്. സൈനികപരമായി ഇറാന് ഇനി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ഈ യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് അമേരിക്കയ്ക്ക് ഇനി ഒരിക്കലും തീരുമാനിക്കാൻ കഴിയില്ല. ഇറാൻ തീരുമാനിക്കും ഇനിയെല്ലാം എന്നാണ് മുന്നറിയിപ്പ്. ഇതോടെ സമാധാനാന്തരീക്ഷം ഏറെ അകലെയാണെന്ന് വ്യക്തമാവുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതോടെ ഇറാൻ അതിനുള്ള പ്രതികാര നടപടികൾ അണിയറയിൽ ആസൂത്രണം ചെയ്യുമെന്ന ഭയം അമേരിക്കയ്ക്കുണ്ട്. വേൾഡ് ട്രേഡ് സെന്റർ പോലൊരു ഭീകരാക്രമണം ഏതു നിമിഷവും അമേരിക്കയെ തേടി എത്തിയേക്കാം എന്ന ഭയം അമേരിക്കൻ ജനതയ്ക്കുണ്ട്. അമേരിക്കയിൽ നടത്തിയ സർവേയിൽ ട്രംപിന്റെ യുദ്ധ നീക്കത്തോട് ഭൂരിഭാഗം പേർക്കും താല്പര്യമില്ല. ജനവികാരം മാനിച്ചാണ് ട്രംപ് യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കും, ഇറാൻ പൂർണ്ണമായും കീഴടങ്ങിയെന്നെല്ലാം അവകാശപ്പെടുന്നത്. അതേസമയം ഇറാൻ തെരഞ്ഞെടുത്ത പുതിയ പരമോന്നത നേതാവിനെയും വകവരുത്തുമെന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രസ്താവനയെ എതിർത്ത് ചൈന രംഗത്ത് വന്നു. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ മുജ്തബ ഖമേനിയെ ലക്ഷ്യം വെക്കാനുള്ള ഏതൊരു ശ്രമത്തെയും എതിർക്കും. ഖമേനിയുടെ നിയമനം ഇറാന്റെ ആഭ്യന്തര കാര്യമാണ്. ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ ബഹുമാനിക്കണം. അതിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുതെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ ചൈന എതിർക്കുന്നു. ഇറാന്റെ പരമാധികാരം, സുരക്ഷ, പ്രാദേശിക സമഗ്രത എന്നിവയെ മാനിക്കണം. ഇറാന്റെ ഭരണഘടനാ പ്രക്രിയയിലൂടെയാണ് മുജ്തബയെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാകുൻ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ചൈനയുടെ പ്രസ്താവന. ഇറാനെതിരായ US ഇസ്രായേൽ ആക്രമണങ്ങളെ നിയമവിരുദ്ധമായ ആക്രമണമെന്ന് ബീജിംഗ് അപലപിച്ചിരുന്നു. അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈ എടുക്കണമെന്ന് ഇന്ത്യയിലെ UAE അംബാസഡർ ഹുസൈൻ ഹസൻ മിർസ ആവശ്യപ്പെട്ടു. ഇരു രാജ്യങ്ങളിലെയും ഭരണാധികാരികളുമായി നരേന്ദ്രമോദി നടത്തുന്ന ഒരു ഫോൺ സംഭാഷണം കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും. ഗൾഫ് നേതാക്കൾക്കിടയിലും പൊതുസമൂഹത്തിലും മോദിക്കുള്ള വലിയ സ്വാധീനവും വിശ്വാസ്യതയുമാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ, ഇസ്രായേൽ എന്നീ രണ്ട് രാജ്യങ്ങളുമായും മോദിക്കുള്ള അടുത്ത ബന്ധം ഈ സമാധാന ശ്രമങ്ങൾക്ക് കരുത്തേകുമെന്നാണ് UAE സ്ഥാനപതി പറയുന്നത്.